ഹലോ, വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് വ്ലോഗ്. അപ്പൊ എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് നമ്മൾ രണ്ടുപേരും കൂടിയിട്ട് റൂമോളായിട്ട് ട്രിപ്പ് പോവാണ്. നമ്മൾ മാത്രല്ല കേട്ടോ, എന്റെ ഫാമിലിത്തെ എല്ലാരും ഉണ്ട്. അപ്പൊ നമ്മൾ എവിടേക്ക് പോണ്? കൊടൈക്കനാലിക്ക് പോവാണ്. അപ്പൊ അതിന് നമ്മളൊക്കെ റെഡിയായി സെറ്റായിട്ട് നിക്കണ്ട. ഇപ്പൊ ടൈം 5 മണി. അപ്പൊ നമുക്ക് പോണ വഴിക്ക് കാണാം. ബേബി ഹായ് പറ. ഹലോ ഹലോ പറ എല്ലാരോടും. ഹലോ. ഞാനും മാച്ചാണ്, ഞങ്ങളെ ലീഗിലില്ല. ഇല്ല, ഞാൻ വേറെയാണ്. അപ്പോൾ ഇത് എല്ലാവരും ലഗേജസ് ഒക്കെ സെറ്റ് ചെയ്ത് കയറിയിട്ട് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ പോകുമ്പോൾ നമുക്ക് ലൈറ്റായിട്ട് ആദ്യം എന്തെങ്കിലും കഴിക്കറ്റും ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അടുത്ത് തന്നെ മോഡേൺ റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടുത്തെ പൊറോട്ടയുടെ ഫാനാണ് ഞങ്ങൾ. അപ്പോൾ ഒരു ഗ്ലാസ് പാൽച്ചായയും അതേപോലെ തന്നെ പൊറോട്ടയും കഴിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. ഭയങ്കര ചൂടുള്ള എന്താ പറയുക, സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട കിട്ടും കേട്ടോ. കഴിക്കാൻ നല്ല അടിപൊളിയാണ്. അങ്ങനെ പിന്നെ നമ്മളുടെ യാത്ര കണ്ടിന്യൂ ചെയ്തു. നല്ല അടിപൊളിയായിരുന്നു. നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കാണാനൊക്കെ വിൻമില്ലൊക്കെ സെറ്റ് ചെയ്തിട്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഏകദേശം നമ്മളുടെ ഡെസ്റ്റിനേഷൻ എത്താനാവുന്നതിൻ്റെ കുറച്ച് മുന്നേ, അതായത് ചുരം കയറുന്നതിൻ്റെ മുന്നായിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഗൗരി കൃഷ്ണ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ ആണ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റുവ ബേബിക്ക് ഇതേ അവിടുന്ന് ഇഡ്ഡലി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അവൾ ഇങ്ങനെ ചെറിയ പീസസ് ആയിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അത് എടുത്ത് കഴിക്കുന്നുണ്ട് നല്ല കുട്ടിയായിട്ട്. നമ്മളെല്ലാവരും ആദ്യം ഒരു വട പറഞ്ഞ്, നല്ല ക്രിസ്പി ആയിട്ടുള്ള ചൂടുള്ള വടയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് അവരുടെ ആ ഒരു 2 ചട്നിയും കൂടി ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോൾ പൊളിയായിരുന്നു. അതിന് ശേഷം പിന്നെ നമ്മളെല്ലാവരും മസാല ദോശയാണ് ഓർഡർ ആക്കിയത്. പപ്പ മാത്രം റവ ദോശ ഓർഡർ ആക്കിയിട്ടാണ്. നോക്കുമ്പോൾ റവ ദോശ നല്ല അടിപൊളിയായിരുന്നു. ക്രിസ്പിയൊക്കെ ആയിട്ട് കഴിക്കാനൊരു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും മസാല ദോശ അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. മാവ് പിന്നെ ഭയങ്കര പുളി കൂടുതലുള്ള പോലെ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ആ ഒരു മസാല ആണെന്നുണ്ടെങ്കിലും അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ചായ ഒക്കെ കുടിച്ച് നോക്കുമ്പോൾ ആ റെസ്റ്റോറൻറ്റിൽ ഒരു എക്കോറിയ ഉണ്ടായിരുന്നു കേട്ടോ. അവർ ബേബിക്ക് നല്ല ഇഷ്ടമായിട്ട് അതിങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ കുറച്ച് നേരം അവൾ അവിടെ ഇരുത്തിയിട്ട് കളിപ്പിച്ച് അതിനുശേഷം പിന്നെ നമ്മൾ ചുരം കയറാൻ വേണ്ടി പോവാണ്. അങ്ങനെ ചുരമൊക്കെ കയറിയിട്ട് നമ്മളുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കൊടൈക്കനാലിലുള്ള വിൻ്റർഫീൽഡ് റിസോർട്ടാണ്. അപ്പോൾ അവിടെ കണ്ടാണ് നമ്മൾ പോണത്. ഞാൻ മുമ്പ് അതിൻ്റെ ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിതേ ആ ഒരു വഴിയിൽ എത്തിയിട്ടുണ്ട്. ഏകദേശം എത്താനായിട്ടുണ്ട്. നല്ലൊരു പ്രീമിയം ലെവലിലുള്ള റിസോർട്ടാണ് കേട്ടോ അത്. നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ അവരുടെ രീതിയിൽ നമ്മളെ വെൽക്കം ചെയ്തു. അതിനുശേഷം നമ്മളവിടെ പോയിരുന്നിട്ട് നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. നമ്മളതെല്ലാം കുടിച്ച് അങ്ങനെ കുറിയൊക്കെ തൊട്ടപ്പോൾ ഇക്കൂനും റുവാക്കും അത് മാച്ചിങ് ആയിട്ട് തോന്നിയിട്ടാണ്. ബാക്കി എല്ലാവരെയും കാണാൻ നല്ല വിറ്റായിരുന്നു. ഇപ്പം ഞങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഷോൾ ഇട്ട് ഈ ഒരു കുറിയും കൂടിയും തൊട്ട് കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് കാണിച്ചു തരാട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. നമ്മളപ്പോൾ റിസോർട്ടിൽ എത്തിയിട്ട് നമുക്ക് 2 അടുത്തടുത്തുള്ള റൂമാണ് കിട്ടിയിട്ടുള്ളത്. ഓപ്പോസിറ്റുള്ള 402 അതേപോലെ തന്നെ 403 രണ്ടും സ്യൂട്ട് റൂമാണ് നമുക്ക് ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഉള്ളിൽ കയറി നോക്കാം. ഇത് നമ്മൾ കയറി അപ്പം തന്നെ ഒരു ഹോളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇത് സോഫ കം ബെഡല്ലേ, ബെഡാക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു സംഭവമാണ്. പിന്നെ ഇവിടെ ടേബിൾ ഉണ്ട്, ഡൈനിങ് ടേബിൾ. പിന്നെ ഇവിടെ നമുക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ വെച്ച് തന്നിട്ടുണ്ട് കേട്ടോ ഇവർ. ഇങ്ങനെ കുറച്ച് സ്നാക്ക് ഐറ്റംസ് ഒക്കെ, അതേപോലെ തന്നെ ഒരു കുട്ടി ഫ്രിഡ്ജ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ഇതേ മിറിൻഡ, 7up അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഈ ഐറ്റംസ് ഒക്കെ നമുക്ക് വെറുതെ കിട്ടില്ല. ഇതേ ഇവിടെ അതിൻ്റെ പ്രൈസ് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കൊടുത്തിട്ട് നമുക്ക് ഇതൊക്കെ കഴിക്കാം. പിന്നെ ഇതേ ഇവിടെ ഒരു വാഷ്റൂം ഉണ്ട് കേട്ടോ. ഇതൊരു ചെറിയ വാഷ്റൂമാണ് ഇത്. പിന്നെ ഇവിടെ ഒരു സിങ്കും ഉണ്ട് ഈ സൈഡിലായിട്ട്.
ഈ ഒരു റൂം തന്നെ നമുക്ക് 2 റൂമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇത് സോഫ കം ബെഡ് ആയ കാരണം കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ റൂം യൂസ് ചെയ്യാം. പിന്നെ ഇതാണ് നമ്മളുടെ മെയിൻ ബെഡ്റൂം. ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഈ സൈഡിൽ നല്ല അടിപൊളി മിററൊക്കെ ഉണ്ട് കേട്ടോ. വലിയ മിറർ, മേക്കപ്പ് ഒക്കെ ചെയ്യാൻ. ഇവിടെ അതിനുള്ള ടേബിൾ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ വാർഡ്രോബ് ഉണ്ട്. അത്യാവശ്യം സ്പേസ് ഉണ്ട് കേട്ടോ, ഹാങ്ങറും സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലായിട്ടാണ് വാഷ്റൂം വരുന്നത്. ഓ, അത്യാവശ്യം അടിപൊളി ബാത്റൂമാണ്. പിന്നെ റൂമിൽ നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഏരിയ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല രസമുണ്ടല്ലേ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ. അതേപോലെ ബെഡ് സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടും ഓപ്പൺ ആക്കാൻ പറ്റുമോ? നമുക്ക് തുറന്നു നോക്കാം ഇവിടെ നിന്നുള്ള വ്യൂ. അപ്പൊ ഇനി നമുക്ക് ഈ ബാൽക്കണിയിൽ പോയി നോക്കാട്ടോ. നല്ല അടിപൊളി വ്യൂ ആണ്. നല്ല തണുപ്പും ഉണ്ട് കേട്ടോ, നല്ല തണുത്ത കാറ്റ് വരുന്നുണ്ട്. ഇത് നോക്ക്, ബാൽക്കണിയിൽ ഇങ്ങനെ ഇരുന്ന് നമുക്ക് ചായ ഒക്കെ കുടിക്കാം, മിണ്ടിയും പറഞ്ഞ് സംസാരിച്ചൊക്കെ ഇരിക്കാം. അതിനുള്ള നല്ല അടിപൊളി സ്പേസ് ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ ഇവിടെ നിന്നുള്ള വ്യൂ നല്ല അടിപൊളിയാണ്, കാണിച്ചിട്ട് സൂപ്പർ ആയിട്ടുണ്ട്. നല്ല തണുപ്പും. ഇതാടെ അടിയിൽ പപ്പ. പപ്പ ഹായ്. ഞങ്ങൾ ഈ റിസോർട്ടിൽ ചെക്ക് ഇൻ ചെയ്തത് ഒരു ഉച്ച ടൈമിലാണ്, 2:30 ആവണ ടൈമിലാണ്. അപ്പോൾ നമ്മൾ ലേറ്റ് ആയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അത് കാരണം പിന്നെ നമ്മൾ ലഞ്ച് കഴിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഇവരുടെ മെനുന്ന് നമുക്ക് ഇഷ്ടമുള്ളത് ഓർഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമുക്ക് സെറ്റാക്കി തരും കേട്ടോ. അപ്പോൾ ഉച്ചക്കലത്തെ ഫുഡ് ഇവരോട് പറഞ്ഞിട്ട് അവർ ഫുഡൊക്കെ അവിടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കാൻ പുറത്തും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്പേസ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഉള്ളിലാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം വലിയ സ്പേസ് തന്നെ ഉണ്ട് കേട്ടോ. നല്ല രീതിയിൽ നീറ്റായിട്ടാണ് അവരെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഐറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെയ്ച്ചോറും ചിക്കൻ കറിയും അതുപോലെ ചിക്കൻ ഫ്രൈയും ഒക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ പിന്നെ പപ്പടം, സാലഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അച്ചാറ്. ഈ ഒരു ഫുഡിൻ്റെ റിവ്യൂ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് ടേസ്റ്റാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ നമ്മളുടെ എല്ലാവരുടെയും ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പം അവിടെ തന്നെ സിറ്റിംഗ് റൂം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ അവിടുന്ന് പുറത്ത് ബാൽക്കണിയിൽ പോയി നിൽക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു തണുപ്പും അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ കുറച്ച് ടൈം അങ്ങനെ പുറത്ത് പോയി നിന്ന് പിന്നെ അവിടെ ഇരുന്ന് എല്ലാവരും കൂടി കുറച്ചൊക്കെ ടൈം വർത്താനൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് പിന്നെ നമ്മൾ റൂമിൽ പോയത്. യാത്ര ചെയ്തിട്ട് എല്ലാവരും അത്യാവശ്യം ടയേർഡായിട്ടുണ്ടായിരുന്നു. അത് കാരണം കുറച്ച് ടൈം ഇരുന്നതിന് ശേഷം എല്ലാവരും ഒരു ഉറങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടാണ്. അപ്പോൾ റുവ ബേബി വാപ്പാനെ കെട്ടി പിടിച്ചിട്ട് റൂമിൽ കിടക്കുന്നുണ്ട്. ഉറങ്ങി എണീച്ചപ്പോൾ പിന്നെ ഞാൻ 2 പേർക്കും കോഫിയൊക്കെ ഉണ്ടാക്കി. പിന്നെ കട്ടൻ കാപ്പി മതി എന്ന് പറഞ്ഞിട്ട് അതാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ 2 പേരും പുറത്ത് ബാൽക്കണിയിലൊക്കെ പോയിരുന്ന് കുടിക്കാന്നുള്ള പ്ലാനിലായിരുന്നു. പിന്നെ റുവ ബേബിക്ക് ബിസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു എറാറൂട്ടിൻ്റെ. അപ്പോൾ അത് കൊടുത്തിട്ട് അവൾ അതിരുന്ന് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ റീച്ചലിനെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു TV-യിൽ. അപ്പോൾ കുറച്ച് ടൈം അവൾ അത് നോക്കി അതൊക്കെ കണ്ടിരുന്ന്. പിന്നെ റുവ ബേബിനെയും കൂട്ടിയിട്ട് നമ്മൾ ബാൽക്കണിയിൽ പോയിരുന്നിട്ട് കോഫിയൊക്കെ കുടിച്ച് വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ഭയങ്കര ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സ്പെഷ്യൽ ഫീലിംഗ് ആയിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ ആ ഒരു അടിപൊളിയായിട്ടുള്ള കാഴ്ചയൊക്കെ കണ്ട് അവിടുത്തെ ആ ഒരു സീനറിയും കാര്യങ്ങളൊക്കെ കണ്ട് നല്ല ചൂട് ചായയൊക്കെ കുടിച്ച് തണുപ്പത്തിരിക്കുമ്പോൾ നല്ല അടിപൊളിയല്ലേ. അപ്പോൾ അങ്ങനെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത്
അങ്ങനെ പിന്നെ രാത്രിയായപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒന്ന് പുറത്തിറങ്ങി രാത്രിക്കലത്തെ ഫുഡ് പുറത്തുനിന്നാക്കാമെന്ന് പ്ലാൻ ഇട്ടിട്ടാ. അതുമാത്രമല്ല നമുക്ക് വേറൊരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു. കൊടൈക്കനാലിൽ ഫേമസ് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് ഷോപ്പ് ഉണ്ട്. അപ്പോൾ മെൽറ്റീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പാണ്. ഒരുപാട് റീൽസിലും കാര്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. അവിടുത്തെ ആ ഒരു മെൽറ്റഡ് ചോക്ലേറ്റ് നല്ല അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട്, അതുപോലെ ഹോട്ട് ചോക്ലേറ്റും സംഭവങ്ങളൊക്കെ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചിട്ട് വന്നപ്പം അവിടെ അടുത്തടുത്തായിട്ട് ഫുൾ ചോക്ലേറ്റ് ഷോപ്പുകൾ തന്നെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഇതേ നമ്മളുടെ മെൽറ്റീസ് ചോക്ലേറ്റ് ഫാക്ടറി എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ കയറി നോക്കിയിട്ടാണ്. നമ്മൾ ആ ഒരു ഷോപ്പിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഫുൾ വെറൈറ്റീസ് ഓഫ് ചോക്ലേറ്റ്സ് ആണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ചിലതൊക്കെ ട്രൈ ആക്കി നോക്കിയിട്ട് കുറച്ച് നമ്മൾ വീട്ടിലേക്ക് വാങ്ങിച്ച്, അപ്പോൾ അത് നമ്മൾ വീട്ടിൽ കൊണ്ടുവരാൻ വേണ്ടി വാങ്ങിച്ചതാണ്. പിന്നെ അവിടുന്ന് അപ്പം തന്നെ ട്രൈ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അവിടുന്ന് ഹോട്ട് ചോക്ലേറ്റും അതുപോലെ തന്നെ ഈ ഒരു മെൽറ്റഡ് ചോക്ലേറ്റും ഉണ്ട് ട്രൈ ആക്കി നോക്കിയത്. നമ്മൾ ഈ ഒരു മെൽറ്റീസ് ചോക്ലേറ്റ് ഫാക്ടറിയുടെ മിക്ക റീൽസ് കാണുമ്പോഴും ഇവിടുത്തെ ഒരു മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഈ ഒരു മെൽറ്റഡ് ചോക്ലേറ്റ് ആണ്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ട്രൈ ആക്കി നോക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് അവിടുത്തെ ഹോട്ട് ചോക്ലേറ്റ് കഴിച്ചപ്പോൾ തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് മധുരം കുറവുള്ള പോലെ ഫീൽ ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ മെൽറ്റഡ് ചോക്ലേറ്റ് കഴിച്ച് കഴിയാനായി അതിൽ ബാക്കി കുറച്ചായപ്പോൾ നമ്മൾ രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിച്ച് നോക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമുക്ക് അവിടെ ഒരു കുറവായിട്ട് തോന്നിയത് അവരവിടെ ബ്രൗണി വെക്കുന്നില്ല. അപ്പോൾ ഈ ഒരു മെൽറ്റഡ് ചോക്ലേറ്റിൻ്റെ കൂടെ ബ്രൗണിയും കൂടി വന്നിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ബ്രൗണിയുടെ ക്രേവിങ്സ് വന്നിട്ട് അതിൻ്റെ അടുത്ത് തന്നെയുള്ള മെക്കോഫ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിൽ കയറിയിട്ട് അവിടെ നിന്ന് നമ്മൾ ബ്രൗണി ഓർഡർ ആക്കി. അവിടെ ഒരു ബ്രൗണി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പോയതാണ്. അങ്ങനെ നമുക്ക് അവിടെ നിന്ന് അവർ ബ്രൗണി എല്ലാം തന്നിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നല്ല രീതിയിലുള്ള ബ്രൗണിയാണ്. നമ്മൾ ജസ്റ്റ് അത് കഴിച്ച് അങ്ങനെ ഞങ്ങളെ ചോക്ലേറ്റ് ക്രേവിങ്സ് ഒക്കെ അവസാനിച്ചപ്പോൾ നമ്മൾ ഹിൽ ടോപ്പ് വുഡ്ലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് വന്നത് ഫുഡ് കഴിക്കാനായിട്ടാണ് രാത്രിക്കലത്തെ. അപ്പോൾ നമ്മൾ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ വന്നത്. ഇവർക്ക് തന്നെ വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും അങ്ങനെ 2 ഭാഗമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെജ് കഴിക്കാമെന്ന് വെച്ച് വന്ന് അതൊക്കെ കഴിച്ചു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല രീതിക്കുള്ള ഫുഡായിരുന്നു. ഈ ഒരു പൊടി ഇഡ്ഡലി നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ വീഡിയോ ജസ്റ്റ് റീൽസ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തൊക്കെ കഴിച്ചത് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. അതുകാരണം ഞാൻ പിന്നെ ഭയങ്കര ഡീറ്റെയിലിംഗ് വീഡിയോ ആയിട്ട് നമ്മൾ ഇതിലെടുത്തിട്ടില്ല. അപ്പോൾ അവിടെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ, മീനൊക്കെ കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ. അപ്പോൾ റൂബ ബേബി അതൊക്കെ നോക്കിയിട്ടും കളിച്ചിട്ടൊക്കെ അവിടെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് അതിനുശേഷം പിന്നെ നമ്മൾ നേരെ തിരിച്ച് നമ്മളുടെ റിസോർട്ടിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. അവിടെ എത്തിയതിന് ശേഷം മെയിൻ പരിപാടി എന്ന് പറയുന്നത് അവിടെ കുറേ ഗെയിംസൊക്കെ ഉണ്ട് നമുക്ക് കളിക്കാനായിട്ട്. അതൊക്കെ കളിക്കാമെന്നുള്ളതായിരുന്നു കേട്ടോ. ഞങ്ങളവിടെ ഗെയിംസൊക്കെ കളിക്കുന്ന ടൈമിൽ പപ്പ അതേ റൂബ ബേബിനായിട്ട് ഇവിടെ ഫോൺ പിടിച്ചിട്ട് ഇരിക്കേണ്ടിട്ട് റീച്ചലിനൊക്കെ കാണിച്ചു കൊടുത്ത്. അതിനുശേഷം നമ്മൾ കിടന്ന് ഉറങ്ങി എല്ലാവരും. ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ രാവിലെ ഇന്ന് നേരത്തെ എണീച്ചിട്ടുണ്ട് കേട്ടോ. 7 മണിയൊക്കെ ആയപ്പോൾ തന്നെ ഉണർച്ച വന്നു. പിന്നെ ഞാൻ വാഷ്റൂമിലൊക്കെ പോയി. പിന്നെ ഞാൻ ഒരു കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട്
പുറത്ത് ബാൽക്കണിയിൽ വന്നിരുന്ന് കുടിക്കണ്ട. പിന്നെ ഞാൻ പോയി എണീപ്പിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം ഇവിടെ വന്നിരുന്നിട്ട് പിന്നെ ഉറങ്ങണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നല്ല കോടൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ, നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം. നോക്കുമ്പോൾ അത്ര കോടൊന്നുമില്ല. ഇങ്ങനെ ഈ ഒരു ടൈമിൽ വന്നിരിക്കാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഞങ്ങൾ ഈ ബാൽക്കണി നോക്കിക്കഴിഞ്ഞാൽ തന്നെ അവരൊക്കെ ഉള്ള ബാൽക്കണിക്ക് കാണാം. അവരാരും എണീച്ചിട്ടില്ല. ദേ ഇവിടെ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം. ഈ ഒരു ടൈമിൽ ഒരു 7:30 ഒക്കെ ആയിട്ടുണ്ടാവും. നല്ല തണുപ്പുണ്ട്, അങ്ങനെ കോടമഞ്ഞൊന്നും കാണാനില്ല. ഹലോ റുവ ബേബി, എണീച്ചാ? എന്താ അവിടെ? Oh my god! Oh my god! ഞങ്ങളെല്ലാവരും രാവിലെ തന്നെ കുളിച്ച് റെഡി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു റിസോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ അവർ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സെറ്റ് ചെയ്ത് തരും. നമ്മൾ പറയുന്ന ഐറ്റംസ് ഒക്കെ അവർ അപ്പൾക്കപ്പ് ഉണ്ടാക്കി തരാണ്ട ചെയ്യുക, നല്ല ചൂടോടെ. അപ്പോൾ ആദ്യം തന്നെ ഇഡ്ഡലി, അതിലേക്ക് 2 ടൈപ്പ് ചട്നി, സാമ്പാർ, വട ഒക്കെയാണ് കേട്ടോ ഫസ്റ്റ് കഴിച്ചത്. അപ്പോൾ റുവ ബേബിക്ക് ഇഡ്ഡലി കൊടുത്തു. അതിനുശേഷം പിന്നെ പൂരി മസാല ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നല്ലൊരു ഓംലെറ്റ് കഴിച്ചു. അതിനുശേഷം ഗീ റോസ്റ്റാണ് കേട്ടോ കഴിച്ചത്. അതിൽക്കും ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഉരുളങ്കിയും കറിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം മധുരത്തിനായിട്ട് നമ്മൾ ഈ ഒരു റവ കേസരിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഇവിടുത്തെ ജിം ഏരിയയിലേക്കൊന്ന് പോയി നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് ടൈം കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ചെയ്ത് വെച്ചിട്ടുള്ള പെയിൻറ്റിങ്സും റൈറ്റിങ്സും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ജസ്റ്റ് കുറച്ച് ടൈം ഈ ഒരു റൂമിൽ സ്പെൻഡ് ചെയ്ത് ജിമ്മും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് താഴോട്ട് വന്നിട്ട് നമ്മളെ റൂമിൻ്റെ, എന്നിട്ട് പിന്നെ നമ്മൾ ജസ്റ്റ് പുറത്തുനിന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തതാണ്. ഈ ഒരു വിൻ്റർഫീൽ റിസോർട്ടിൻ്റെ പുറത്തുനിന്നുള്ള വ്യൂ ആണ് ഇട്ടത്. അപ്പോൾ കുറച്ച് ടൈമൊക്കെ പിന്നെ നമ്മൾ ആ പുറത്ത് സ്പെൻഡ് ചെയ്തു. അവിടെ നല്ല രസമുണ്ടായിരുന്നു അപ്പോഴത്തെ ആ ഒരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ അവിടുത്തെ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള ഈ ഒരു ഏരിയയും അവരുടെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നല്ല അടിപൊളിയാണ്. പിന്നെ നമുക്ക് ഏകദേശം ചെക്ക് ഔട്ട് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ 1 ഡേ സ്റ്റേ ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതേ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ഇറങ്ങണതിന് മുന്നേ അവിടെ ഒരു പാർക്കും കൂടി ഉണ്ട്, പുറത്ത് കുട്ടികൾക്ക് കളിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ റുവ ബേബിനെയും കൂട്ടിയിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. പോണതിന് മുന്നായിട്ട് കുറച്ച് ടൈം അവൾ അവിടെ കളിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ റുവ ബേബിനെയും കൂട്ടി പോവാണ്. അവൾക്ക് പേടിയാ, പിന്നെ കാറ്റ് വന്നിട്ടാ നിന്നത്. ഹായ് ബൂബു ബേബി. കുറച്ച് ടൈമൊക്കെ പാർക്കിൽ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ വിഷമത്തോടെയാണ് കേട്ടോ ഈ ഒരു റിസോർട്ടിൽ നിന്ന് പോണത്. നല്ല അടിപൊളിയായിരുന്നു അവിടുത്തെ സ്റ്റേയും കാര്യങ്ങളും. നമുക്ക് അവിടെ കാണാനും അവിടുത്തെ ഗെയിംസ് കളിക്കാനും ഒക്കെ ആയിട്ട് ഒരുപാടുണ്ട്. അപ്പോൾ ഒരു 1ൽ കൂടുതൽ ഡേ സ്റ്റേ ചെയ്താലാണ് നമുക്ക് അതെല്ലാം എൻജോയ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ പിന്നെ നമ്മൾ തിരിച്ച് പോകുമ്പം നമുക്ക് എവിടെയെങ്കിലും പോകാമെന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നു. കാരണം ഇന്നലെ തന്നെ നമ്മൾ എവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല, കാര്യമായിട്ട് റിസോർട്ടിൽ തന്നെ ആയിരുന്നു ഫുള്ള്. പിന്നെ രാത്രി നമ്മൾ ആ ചോക്ലേറ്റ് കഴിക്കാൻ വേണ്ടി മാത്രം പോയതാണ്. അപ്പം തന്നെ ഞാനും റിസയും കൂടിയിട്ട് ഇങ്ങനെ ഗൂഗിളിൽ നോക്കുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം ചെക്കൗട്ട് ചെയ്ത് പോകുമ്പം നമുക്ക് എവിടെയെങ്കിലും നമുക്ക് കാണാനായിട്ട് പോകാമെന്നൊക്കെ നോക്കിയപ്പം അവിടെ തന്നെയുള്ള കൊടൈക്കനാൽ ലേക്ക് ഉണ്ട്. അപ്പോൾ അവിടെ ബോട്ട് റൈഡ് ഉണ്ട്, അത് ചെയ്യാൻ പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ
ആ ഒരു ലേക്കിലേക്ക് വന്നേക്കാണ്. അത്യാവശ്യം വലിയൊരു ലേക്കാണ് കേട്ടോ അത്. അവിടെ തന്നെ ഒരുപാട് ആക്ടിവിറ്റീസും ഒരുപാട് കുട്ടി കുട്ടി ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഒരുപാട് ഐറ്റംസ് വാങ്ങാനായിട്ട്. അപ്പോൾ ഇതേ ഈ ഒരു ബോട്ട് ഹൗസ് കൊടൈക്കനാലിലേക്കാണ് നമ്മൾ പോയിട്ടുള്ളത്. അപ്പോൾ അവിടെ എത്തിയിട്ട് നമ്മൾ 6 പേരാണ് ഉള്ളത്. അപ്പോൾ 6 പേർക്കും കൂടി ഇരിക്കാൻ പറ്റുന്ന ഒരു ബോട്ടാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ എത്തി. അവിടെ ഒരുപാട് പാക്കേജസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ നമ്മൾ ഈ ഒരു 450 രൂപയുടെ 6 സീറ്ററാണ് റോബോട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ പോയി നമ്മൾ ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് സെറ്റായിട്ട് ഇരിക്കുകയാണ് ബോട്ട് റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബോട്ട് റൈഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ തന്നെ എല്ലാവരും ലേസ് അങ്ങനെയുള്ള ചിപ്സൊക്കെ വാങ്ങിച്ച് കഴിച്ച് പിന്നെ ഈ കുറേ ഡോൾസ് ഉള്ള ഈ ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ കയറിയപ്പോൾ തന്നെ റുവ ബേബിക്ക് ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ അവൾക്ക് ഇന്ന് അതിൽ നിന്ന് ഒരെണ്ണം വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ അവൾ അതിലത്തെ ഒരെണ്ണം ഏതെങ്കിലും സെലക്ട് ചെയ്ത റുവ ബേബിക്ക് ഇഷ്ടമുള്ളത് തൊട്ടോ എന്ന് പറഞ്ഞപ്പോൾ ഇതേ ഈ കയ്യിലിരിക്കുന്ന സംഭവമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിനെടുത്തിട്ട് വേഗം ഒരു ഉമ്മ കൊടുത്ത്. അപ്പോൾ പിന്നെ അവൾക്ക് അത്രയും ഇഷ്ടമായ കാരണം നമ്മൾ അതന്നെ അവൾക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടാ. അപ്പോൾ അവൾ ഗൂഗു ഗൂഗു എന്ന് പറഞ്ഞിട്ടാണ് അതിന് എടുക്കണുണ്ടായിരുന്നത്. അവൾക്ക് അത്രയും ഇഷ്ടപ്പെട്ട് അവൾ വീണ്ടും അടുത്ത ടോയ് എടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അതൊക്കെ വാങ്ങിച്ചു കൊടുത്ത് പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇനി നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകാന്നുള്ളതാണ് അടുത്ത പണി. അപ്പോൾ പോണ വഴിക്ക് നമുക്ക് എവിടെന്നെങ്കിലും ചോളം കാണുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങണമെന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പോണ വഴിക്ക് കണ്ടപ്പം എല്ലാവർക്കും ചോളം വാങ്ങിച്ച് നമ്മൾ അതൊക്കെ കഴിച്ചു. അത് കണ്ട മുകളിൽ ഒരെണ്ണം ഇരിക്കണ. Baby, hello, how are you? Okay, പേടിപ്പിച്ചിട്ടാ നോക്കട്ടാ. കുട്ടി ഇരിക്കണ ഇഷ്ടം നോക്ക്. വളർത്തി പിടിച്ചിരിക്കുന്നു. ചൂണ്ടിക്കാണിക്കണ ഇവിടെ ഉണ്ട് അവിടെ ഉണ്ട്. മങ്കിയുടെ ബേബി എവിടെ? ബേബി മങ്കി കണ്ടുപിടിച്ചേക്കണൊക്കെ റുവമോള് ഫസ്റ്റ് ടൈം മങ്കീനെ കണ്ട റിയാക്ഷനാണ് കേട്ടോ നിങ്ങൾ കണ്ടത്. അവൾക്ക് ഭയങ്കര ഹാപ്പിയായി. അവളിങ്ങനെ ഓരോ മങ്കീസിനെയും കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അവിടെ നിന്ന് നമ്മൾ കുറേ പോയതിന് ശേഷമാണ് ഈ ഒരു സാഗർ മലബാർ റെസ്റ്റോറൻറ്റിൽ കയറിയത് എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് വെച്ചിട്ട്. എല്ലാവർക്കും അത്യാവശ്യം വിശക്കണുണ്ടായിരുന്നു. ഒരു ലോങ് ആയിട്ടുള്ള യാത്ര പോലെ തോന്നിയിട്ടാണ്. കുറേ നേരം വണ്ടിയിലിരുന്ന് വയ്യാണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇവിടെ എത്തിയതിന് ശേഷം പിന്നെ എല്ലാവർക്കും എന്താ ഓർഡർ ചെയ്യാമെന്ന് നോക്കിയിട്ട് അൽഫാമാണ് കേട്ടോ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പൊറോട്ടയും അൽഫാമും പിന്നെ അതിലേക്കുള്ള ചട്നി സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതെല്ലാം കഴിച്ച് പിന്നെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിൽ പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റ ബൈ.